ഓം ശ്രീമാത്രേ നമ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ലളിത സഹസ്രനാമ സ്തോത്രത്തിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 219 മുതൽ 225 വരെയുള്ള നാമമന്ത്രങ്ങൾ കണ്ടു. ഇന്ന് 226 മുതൽ 234 വരെയുള്ള നാമമന്ത്രങ്ങളാണ് നോക്കാൻ പോകുന്നത്. 226 നാമമന്ത്രം മഹാതന്ത്ര. പദം പിരിക്കുമ്പോൾ തന്ത്ര, മഹാതന്ത്ര. 206 നാമമന്ത്രത്തിൽ അമ്മ സർവതന്ത്രരൂപയാണെന്ന് നമ്മൾ കണ്ടു. എല്ലാ തന്ത്രങ്ങൾക്കും അധീശ്വരി. പിന്നെ തന്ത്രം എന്ന ശബ്ദത്തിന് കുലാർണവം, വാമകേശ്വരാദി തന്ത്രം, ജ്ഞാനാർണവ തന്ത്രം എന്നൊക്കെ ഉണ്ട്. ഇവിടെ അത്തരം എല്ലാ തന്ത്രങ്ങൾക്കും അധീശ്വരിയായ അമ്മ മഹത്തുക്കളായ എല്ലാ തന്ത്രങ്ങളാലും ആരാധിക്കപ്പെടുന്നവൾ. അപ്പം അതുകൊണ്ട് തന്നെ അമ്മ മഹാതന്ത്രയാണ്. 227 നാമമന്ത്രം മഹാമന്ത്ര. മന്ത്ര, മഹാമന്ത്ര. ഇവിടെ ശ്രദ്ധിക്കണം, 2 നാമമന്ത്രത്തിലും മഹാതന്ത്ര, മഹാമന്ത്ര. മഹത്തായ മന്ത്രങ്ങളോട് കൂടിയവൾ, അതാണ് ഇവിടെ അർത്ഥം. മഹത്തായ മന്ത്രം എന്നുദ്ദേശിച്ചത് എല്ലാ മന്ത്രങ്ങളിലും ശ്രേഷ്ഠമായ പഞ്ചദശാക്ഷരി മന്ത്രമായ ശ്രീവിദ്യാമന്ത്രം. അത് 3 കൂടങ്ങളാണെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം. ആ മന്ത്രം തന്നെ അമ്മയുടെ ശരീരമാണ്. പിന്നെ ആ മന്ത്രങ്ങൾ അടങ്ങിയ, ശ്രീവിദ്യാമന്ത്രം അടങ്ങിയ ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാ മന്ത്രങ്ങളിലും ശ്രേഷ്ഠമായ ആ ശ്രീവിദ്യാമന്ത്രത്തോടു കൂടിയ അമ്മ മഹാമന്ത്ര. 228 നാമമന്ത്രം മഹായന്ത്ര. യന്ത്ര, മഹായന്ത്ര. ശ്രദ്ധിക്കണം, 3 നാമങ്ങളും ഏകദേശം തന്ത്ര, മന്ത്ര, യന്ത്ര എന്ന് വരുന്നത് കൊണ്ട് അന്ത്ര ശ്രദ്ധിച്ചു തന്നെ ഉച്ചരിക്കേണ്ടതാണ്. 205 നാമമന്ത്രത്തിൽ നമ്മൾ കണ്ടു അമ്മ സർവയന്ത്രാത്മികയാണെന്ന്. അതുപോലെ തന്നെ എല്ലാ യന്ത്രങ്ങളിലും ശ്രേഷ്ഠം യന്ത്രരാജം എന്നറിയപ്പെടുന്ന സാക്ഷാൽ ശ്രീയന്ത്രം തന്നെ, അത് അമ്മയുടെ പ്രത്യക്ഷ സ്വരൂപമായാൽ അമ്മ മഹായന്ത്ര. മന്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം ശ്രീവിദ്യാമന്ത്രം, യന്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം ശ്രീചക്രം അല്ലെങ്കിൽ മേരുയന്ത്രം. 229 മഹാസന. ഇവിടെ പദം പിരിക്കുമ്പോൾ ആസന, മഹാസന. ഇത് മിക്ക ആളുകളും തെറ്റിച്ച് ചൊല്ലാറുള്ള ഒരു നാമമന്ത്രമാണ്. മഹാസന എന്ന് ചൊല്ലിപ്പോകാറുണ്ട്, മഹാസന എന്ന്. അതങ്ങനെയല്ല, മഹാസനയാണ്. അപ്പം അതുകൊണ്ട് മഹാ കഴിഞ്ഞ് പദം പിരിച്ചിട്ട് ആ മുകളിൽ ചേർത്തിട്ടുണ്ട്. നമ്മുടെ പുസ്തകത്തിലൊക്കെ ഇറക്കാൻ പോകുന്ന പുസ്തകത്തിലൊക്കെ ഇങ്ങനെ തന്നെയാണ് വരിക. അപ്പം അതുകൊണ്ട് ഒരിക്കലും ഈ മന്ത്രത്തിൻ്റെ സ്ഥൂലാർത്ഥം നിങ്ങൾക്ക് അറിഞ്ഞില്ല എങ്കിലും ചൊല്ലുന്നത് കറക്റ്റായിട്ട് വരും. മഹത്തായ ആസനത്തോടു കൂടിയവൾ, അല്ലെങ്കിൽ സിംഹം തന്നെ ദേവിയുടെ വാഹനമാണ്. അപ്പോൾ സിംഹത്തിൻ്റെ പുറത്തിരിക്കുന്നത് കൊണ്ടും മഹാസന. അതല്ലാതെ മഹത്തായ സിംഹാസനത്തിൽ ശ്രീമത് സിംഹാസനേശ്വരി എന്ന് നമ്മൾ കണ്ടതാണ്. ആദ്യം തന്നെ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി. അപ്പോൾ ആ ശ്രീമത് സിംഹാസനത്തിൽ രാജരാജേശ്വരിയായി സ്ഥിതി ചെയ്യുന്നതിനാലും അമ്മ മഹാസന. 230 നാമമന്ത്രം മഹായാഗക്രമാരാധ്യ. ഇവിടെ ആരാധ്യ, മഹായാഗക്രമാരാധ്യ ഇങ്ങനെ തന്നെ വരണം. ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മഹായാഗക്രമാരാധ്യ. ക്രമ കഴിഞ്ഞ് പദം പിരിച്ച് ആ മുകളിൽ ചേർത്തിട്ടുണ്ട്. ആ എന്നുള്ള അക്ഷരം ചേർത്തുകൊണ്ട് ജപിക്കുക. മഹായാഗക്രമാരാധ്യ. ഇവിടെ ഒരൊറ്റ ധ്യായേ ഉള്ളൂ. ധ്യ എന്ന് ചൊല്ലേണ്ട ആവശ്യമില്ല, ധ്യ അത്ര മാത്രം മതി. ഇത് തൊണ്ട ചേർത്തുകൊണ്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. മഹായാഗക്രമാരാധ്യ, മഹാപ്രാണനാണ് ആ അക്ഷരം ധ. അപ്പം അത് അങ്ങനെ തന്നെ ഉച്ചരിക്കുക. ഈ മന്ത്രത്തിൻ്റെ സ്ഥൂലാർത്ഥം മഹായാഗക്രമങ്ങൾ കൊണ്ട് ആരാധ്യയായവൾ, ഭണ്ഡാസുരവധത്തിനു വേണ്ടി
ദേവിയെ പ്രസാദിപ്പിക്കുന്നതിന് ദേവന്മാർ നടത്തിയ യാഗത്തെക്കുറിച്ച് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ പരാശക്തിയായ ദേവിയെ പ്രസാദിപ്പിക്കുന്നതിന് യാഗം നടത്തുമ്പോൾ മഹായാഗക്രമങ്ങൾ കൊണ്ട് അമ്മയെ ആരാധിക്കേണ്ടി വരും. അതുകൂടാതെ അമ്മയുടെ പരിചാരകരായ 64 യോഗിനികളുടെ പൂജ ഉൾപ്പെടുന്ന യാഗത്തിന് മഹായാഗം എന്നും ആചാര്യന്മാർ വർണ്ണിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള മഹായാഗക്രമങ്ങളെ കൊണ്ട് ആരാധിക്കപ്പെടുന്നവൾ, അതാണ് മഹായാഗക്രമ ആരാധ്യ. ഇനി 231 നാമമന്ത്രം മഹാഭൈരവ പൂജിത. പൂജിത, മഹാഭൈരവ പൂജിത. ഇവിടെ അതൊക്കെ ശ്രദ്ധിക്കണം. ഭൈരവ ഉപാസനയൊക്കെ വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായിട്ട് ഒരുപാട് ഗുരുക്കന്മാരും ആചാര്യന്മാരൊക്കെ ഒരു മാസ് ഭൈരവ ഉപാസനയൊക്കെ നടത്തി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഹാഭൈരവൻ, അതൊക്കെ നാമമന്ത്രങ്ങളൊക്കെ ഉച്ചരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. അത്രയും ശ്രദ്ധയോടുകൂടി ഉച്ചരിക്കേണ്ടതാണ്. മഹാഭൈരവ പൂജിത. മഹാഭൈരവൻ എന്നാൽ ഭഗവാൻ ശിവന്റെ ഒരു ഫിയേഴ്സ് അല്ലെങ്കിൽ ഒരു ഫെറോഷ്യസ് ആയിട്ടുള്ള അതിഘോരമായിട്ടുള്ളൊരു രൂപമാണ്. അങ്ങനെയുള്ള മഹാഭൈരവനാൽ പൂജിക്കപ്പെടുന്നവൾ, അതാണ് ഇവിടെ മഹാഭൈരവ പൂജിത. ആ മഹാഭൈരവനിലും മുകളിലാണ് അമ്മ. 232 നാമമന്ത്രം മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവ സാക്ഷിണി. ഈ മന്ത്രം ഒരുമിച്ച് ചൊല്ലേണ്ട നാമമന്ത്രമാണ്. അതുകൊണ്ട് തന്നെ അവസാനം ഓ ചോ എന്ന് ചേർത്തിട്ടുണ്ട്, മുറിക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ടാണ് അത് അങ്ങനെ എഴുതിയിട്ടുള്ളത്. മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവ സാക്ഷിണി. നമുക്കിതൊന്ന് പദം പിരിച്ചു നോക്കാം. സാക്ഷിണി, മഹാതാണ്ഡവ സാക്ഷിണി, മഹാകൽപ മഹാതാണ്ഡവ സാക്ഷിണി, മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവ സാക്ഷിണി. അപ്പം ഈ മന്ത്രങ്ങളൊക്കെ ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ ഇത്ര സ്ട്രെസ് കൊടുത്തുകൊണ്ട്, എവിടേക്കാണ് സ്ട്രെസ് കൊടുക്കേണ്ടത് അത് കൊടുത്തുകൊണ്ട് ഉച്ചരിക്കുക. അപ്പം മഹേശ്വരൻ ശ്വ ശ്രദ്ധിക്കണം. പിന്നെ മഹാകൽപ, മഹാതാണ്ഡവം, താണ്ഡവം എന്ന് ചൊല്ലിപ്പോൾ താണ്ഡവമാണ്. ണ പ്ലസ് ഡായാണ്. ഡപ്പി, ഡമരു, ഡാകിനി എന്നൊക്കെ എഴുതുന്ന ഡായാണ്. മഹാതാണ്ഡവ സാക്ഷിണി. അവിടെ കീഷ എന്ന് കേൾക്കണം. സാക്ഷിണി എന്ന് തന്നെ ജപിക്കുക. സാക്ഷിണി എന്ന് നീട്ടിയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. ഇവിടെ സാക്ഷിണി എന്ന നാമമന്ത്രമാണ് അമ്മയെ പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ സ്ഥൂലാർത്ഥം: മഹേശ്വരൻ സാക്ഷാൽ പരമശിവൻ, മഹാകൽപ്പം എന്നാൽ മഹാപ്രളയം. ആ പ്രളയത്തിൽ, മഹാകൽപ്പത്തുണ്ടാകുന്ന പ്രളയത്തിൽ ലോകങ്ങളെല്ലാം നശിച്ച് മഹേശ്വരൻ മാത്രമായി തീരുന്നു. അപ്പോൾ ആനന്ദോന്മത്തനായി ഭഗവാൻ നടത്തുന്ന താണ്ഡവത്തിന് മഹാതാണ്ഡവം എന്ന് പറയുന്നു. വിശ്വം നശിച്ചു കഴിഞ്ഞ് സംഹാരരൂപിയായ ആ മഹേശ്വരൻ താണ്ഡവം നടത്തുമ്പോൾ അതിന് സാക്ഷിണിയായി ആ ശ്രീ മഹാദേവി മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് നാശം, അതായത് വിശ്വനാശം ദേവിയെ ബാധിക്കുന്നില്ല എന്നും ദേവി വിശ്വാതീതയാണെന്നും ഇവിടെ വാഗ്ദേവതമാർ വർണ്ണിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അമ്മ മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണിയാണ്. 233 നാമമന്ത്രം മഹാകാമേശ മഹിഷി. മഹിഷി, മഹാകാമേശ മഹിഷി. മഹാകാമേശന്റെ, അതായത് സദാശിവന്റെ മഹിഷി, ഭാര്യയായവൾ. ലളിതോപാഖ്യാനത്തിൽ ലളിതാദേവിയും കാമേശ്വരനും കാമേശ്വരിയും അത് തന്നെയാണ് ഇവിടെ മഹാകാമേശ മഹിഷി. മഹാകാമേശ്വരന്റെ പത്നി മഹാകാമേശ മഹിഷി, അതാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. 234 നാമമന്ത്രം മഹാത്രിപുര സുന്ദരി. സുന്ദരി, മഹാത്രിപുര സുന്ദരി. ഇവിടെ
ദ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കുക. സുന്ദരി ദായാണ്. ചന്ദനം, മന്ദത, വന്ദനം എന്നൊക്കെ എഴുതുന്ന ദായാണ് ഇവിടെ. മഹാത്രിപുര സുന്ദരി നീട്ടേണ്ടതാണ്. അപ്പോൾ മഹാത്രിപുരം ഏത് ത്രിതത്വങ്ങളും, ത്രിപുരം എന്ന ത്രിതത്വങ്ങൾ എന്നൊക്കെ നമുക്ക് ഡീപ്പായിട്ടുള്ള അർത്ഥങ്ങളിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഭൂലോകം, ഭുവർലോകം, സ്വർലോകം. ഭൂലോകം എന്നാൽ നമ്മൾ മനുഷ്യർ താമസിക്കുന്ന ഇടം. ഭുവർലോകം എന്നാൽ സ്വർലോകത്തിനും ഭൂലോകത്തിനും ഇടയിലുള്ള ആ ഒരു ലോകം. അവിടെ മറ്റ് ദിവ്യമൂർത്തികളും ആത്മാക്കളും ഒക്കെ താമസിക്കുന്ന സ്ഥലം എന്ന് പറയപ്പെടുന്നു. അതിനപ്പുറം സ്വർലോകം, സാക്ഷാൽ ദേവന്മാരുടെ ആ ലോകം. ഈ 3 ലോകങ്ങളിലും സുന്ദരിയായവൾ മഹാത്രിപുര സുന്ദരി എന്നൊരു അർത്ഥമെടുക്കാം. അതുകൂടാതെ എല്ലാ ത്രിതത്വങ്ങളിലും സത്വരജ തമോ ഗുണങ്ങൾ, 3 സ്വരങ്ങൾ, 3 ലോകങ്ങൾ, 3 ശക്തികൾ, 3 അഗ്നികൾ എന്നിങ്ങനെ എല്ലാ ത്രിതത്വങ്ങളിലും മികച്ചത് എന്നൊരർത്ഥം കൂടി നമുക്കെടുക്കാം. അപ്പോൾ ആ ത്രിപുര സുന്ദരിയായ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓം മഹാത്രിപുര സുന്ദര്यै നമഃ.